ഹലോ എന്റെ പേര് ഫാത്തിമ കെ അഷ്റഫ്. ഞാൻ ഇന്നലെ DH എക്സാം എഴുതിയിരുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ പാസ്സായി. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് സി മെഡിടെക് അക്കാഡമിയോടാണ്. എസ്പെഷ്യലി സിനി മാം, ആദിത്യ മാം, മെഹനാസ് മാം, ഇവരെല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. മെന്റലി ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു മിസ്സുമാർ ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് ക്വസ്റ്റ്യൻസ് ഏത് സമയത്ത് എത്ര ഡൗട്ട് ചോദിച്ചാൽ പോലും അവരത് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അത് നല്ല നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലൈവ് ക്ലാസ് വളരെ ഉപകാരമായിരുന്നു. നമുക്ക് ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു തുടങ്ങിയത് തന്നെ മിസ്സുമാരുടെ ലൈവിൽ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയ പിന്നെയാണ്. കാരണം അവര് എത്ര പാടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നല്ല സിമ്പിൾ ആയിട്ട് രീതിയിൽ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഇത്രേ ഉള്ളൂയിരുന്നു, ഈ ക്വസ്റ്റ്യൻ ഇത്ര എളുപ്പമായിരുന്നോ, ആ ഒരു രീതിയിലോട്ട് നമ്മുടെ എക്സാം ഇത്ര ടഫ് അല്ല, സിമ്പിൾ ആണിത് എന്നുള്ള രീതിയിലോട്ട് എത്തിച്ചത് മിസ്സുമാരുടെ ക്ലാസ്സുകൾ കേട്ട് തുടങ്ങിയ പിന്നെയാണ്. തന്നൊക്കെ പഠിച്ചിരിക്കുമ്പോൾ ടെൻഷനായിരുന്നു, ആകെ ടെൻഷനായിരുന്നു. പക്ഷെ മിസ്സുമാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവും സിംപ്ലിഫൈ ചെയ്ത് എല്ലാം പറഞ്ഞു തരുമായിരുന്നു. ഇനി എക്സാമിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തിയറിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് എന്ത് രീതിയിലും വളച്ചും തിരിച്ചും ചോദിച്ചാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇവര് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും, എന്നാലും കൂടുതലും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. അത് സിനിമാമിന്റെ എല്ലാ വീഡിയോസും നല്ല രീതിയിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ ഫയൽസിലോട്ട് കയറുന്നതെങ്കിൽ ഫയൽസ് വേഗം തീരുകയും ചെയ്യും. അതുപോലെ തന്നെ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും.